السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد അറിവ് പഠിപ്പിക്കുക അതിന് വലിയ പ്രാധാന്യമാണ് വിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. ഇൽമു അറിവ് പഠിക്കുന്ന വ്യക്തിക്ക് വലിയ മഹത്വം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അവനെ ബഹുമാനിക്കുക, ആദരിക്കുക, അവരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുക, ഇതെല്ലാം അതിൻ്റെ ഭാഗമായി നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ് അത് പഠിക്കാൻ ഒരാൾക്ക് തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. ഇൽമ് പഠിക്കുക എന്നുള്ളത്, അതനുസരിച്ച് അമൽ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അറിവില്ലാതെ എത്ര അമൽ ചെയ്താലും അത് സ്വീകരിക്കപ്പെടുകയില്ല, നിഷ്ഫലമായി പോകും. കാരണം ഏതൊരു വിഷയത്തെക്കുറിച്ചും വ്യക്തമായ അറിവില്ലാതെ ആ കാര്യം പ്രവർത്തിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. നിസ്കാരത്തെക്കുറിച്ചാണെങ്കിലും മറ്റേതൊരു വിഭാഗത്തിനെ കുറിച്ചാണെങ്കിലും അതിൽ വന്നുപോകുന്ന പാകപ്പിഴവുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കി തെറ്റുകൂടാതെ നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും അതിപ്രധാനമായ ഒന്നാണല്ലോ. കുറേ അമൽ ചെയ്യലല്ല പ്രധാനം, മറിച്ച് ചെയ്യുന്ന അമൽ കുറച്ചാണെങ്കിലും അത് തെറ്റുകൂടാതെ ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യാൻ കഴിയുമ്പോഴാണ് അതിന് സ്വീകാര്യതയുണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ഇൽമു പഠിക്കാൻ വേണ്ടി ഒരാൾ മുന്നോട്ട് വന്നാൽ അയാൾക്ക് അല്ലാഹു തആല നൽകുന്ന പവർ ചില്ലറയല്ല. മഹാന്മാരാകുന്ന മുഹദ്ദിസുകൾ ഈ വിഷയവുമായി ധാരാളം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമിനും പഠിപ്പിക്കുന്ന ആലിമിനുള്ള മഹത്വങ്ങൾ എത്രയെത്രയോ വലുതാണ്. മഹാനായ ഇമാം അബൂ ദാവൂദ്, തുർമുദി തുടങ്ങിയ മുഹദ്ദിസുകൾ ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവകൾ പറയുന്നുണ്ട്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? മൻ സലക തരീഖൻ യബ്തഗി ഫീഹി ഇൽമൻ, ഇൽമു പഠിക്കുക എന്ന ആഗ്രഹത്തോടുകൂടെ ഭൗതികമായ യാതൊരു നേട്ടവുമില്ല, ഭൗതികമായ യാതൊരു പ്രശംസയും ആഗ്രഹിക്കുന്നില്ല, മറ്റ് യാതൊരു ചിന്തയും മനസ്സിലില്ല. ഇൽമു പഠിക്കണം, ദീനിനെക്കുറിച്ച് മനസ്സിലാക്കണം, നിസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി മനസ്സിലാക്കി അതനുസരിച്ച് കൃത്യമായി എനിക്ക് അമലുകൾ ചെയ്യാൻ തൗഫീഖ് ഉണ്ടാവണം, കഴിയണമെന്നുള്ള നല്ല മനസ്സോടെ ആത്മാർത്ഥതയോടുകൂടെ ഒരാൾ ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അത് ദർസിൽ പോയി പഠിച്ചുകൊണ്ടാവാം, നാട്ടു ദർസുകൾ പഠിച്ചുകൊണ്ടാവാം, മറ്റു ഭൗതികമായ സംവിധാനങ്ങൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാവാം. ഏതു രൂപത്തിലാവട്ടെ ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടുകൂടെ ഒരാൾക്ക് അറിവ് പഠിക്കാൻ വേണ്ടി ഒരാൾ മെനക്കെട്ടിറങ്ങിയാൽ സലക്കല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, അയാൾ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ വഴി അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവസാനം ആ വഴിയുടെ എൻഡ് അദ്ദേഹം എത്തിപ്പെടുന്നത് സ്വർഗത്തിലായിരിക്കുമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹാ ലിദൻ ലിതാലിബിൽ ഇൽമി, അറിവ് പഠിക്കുന്ന ആ വിദ്യാർത്ഥിയോടുള്ള സ്നേഹം കാരണം, അദ്ദേഹത്തോടുള്ള ബഹുമാനം കാരണം, അദ്ദേഹത്തോടുള്ള ആദരവ് കാരണം അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ വ്യക്തിക്ക് ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമിന് അവരുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തിക്കൊടുക്കും. അവരുടെ കാര്യങ്ങളിലെല്ലാം മലായികത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും, അവരുടെ മലായികത്തിൻ്റെ സംരക്ഷണം ഈ വ്യക്തിക്ക് ഉണ്ടാകും. അത് ചെറിയ കുട്ടി തന്നെ ആയിക്കൊള്ളണമെന്നില്ല, എത്ര പ്രായമുള്ള വ്യക്തികൾക്കും അറിവ് പഠിക്കാമല്ലോ. അറിവ് പഠിക്കുന്ന പ്രത്യേക സമയമോ പ്രായമോ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ മുത്തഅല്ലിമായി തീരുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ആലിമിനോ അവനിക്കും ധാരാളം മഹത്വങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് മുത്തനബി തങ്ങൾ ഈ ഹദീസിലൂടെ പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകളും ഭൂമി ലോകത്തുള്ള സർവ്വവസ്തുക്കളും പാപമോചനം തോടും. എത്രത്തോളം എന്ന് വെച്ചാൽ അതേ ആഴിയിൽ ഊളിയിട്ടുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളിലെ പുഴയിലും അതുപോലെ തന്നെ സമുദ്രങ്ങളിലേക്കുള്ള മത്സ്യങ്ങൾ വരെ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ആലിമിന് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ എത്രമാത്രം പവറാണ് ആലിമിനും മുത്തഅല്ലിമിനും വിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൽമു പഠിക്കുന്ന ഏതൊരു വഴി നാം സ്വീകരിക്കുന്നുവോ, അതിനുള്ള ഏതെല്ലാം അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുവോ അത് ഉപയോഗപ്പെടുത്താനും പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട മഹത്വങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാനും റബ്ബിൻ്റെ റിള, അവൻ്റെ പൊരുത്തം സമ്പാദിക്കാനും അതുവഴി സ്വർഗത്തിലേക്ക് എത്താനും നമുക്ക് സാധിക്കും. കാരുണ്യവാനായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.